ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 5ാം ക്ലാസ് പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ ദുറൂസുൽ ഇസ്ലാം 2 11ാമത്തെ പാഠഭാഗം മുതൽ 20ാമത്തെ പാഠം വരെയുള്ള പാഠഭാഗത്തിലെ മോഡൽ ചോദ്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഉപകാരപ്പെടുത്തുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ചോദ്യപേപ്പറുകൾ കഴിഞ്ഞ വർഷത്തൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ലഭിക്കാൻ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ പ്ലേലിസ്റ്റ് അയച്ചു തരുന്നതാണ്. അല്ലാത്തവർ എൻ്റെ മൊബൈൽ നമ്പറിൽ ഒരു കമൻറ്റ് ചെയ്താൽ മതി. 82 89 89 29 85. ആവശ്യമുള്ളവർ അതിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അദ്റസ് ഹാദി അഷ്റ ആലിമുൽ ഖുറൈഷ്. ആരായിരുന്നു ആലിമുൽ ഖുറൈഷ്? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ആണ് ആലിമുൽ ഖുറൈഷ് എന്ന് പേരിലറിയപ്പെട്ടത്. നിങ്ങൾ ഖുറൈശികളെ ആക്ഷേപിക്കരുത്, അവരിൽ ലോകമാകെ അറിവ് നിറയ്ക്കുന്ന ഒരു പണ്ഡിതൻ വരാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിൽ പറഞ്ഞ ഈ പണ്ഡിതൻ ആരാണ്? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസ് പറഞ്ഞത് ഇവിടെ എന്താണ്? ലാ തസുബ്ബു ഖുറൈശൻ ഫഇന്ന ആമിലഹാ യംലഉൽ അർള ഇൽമൻ. അർത്ഥം എഴുതാൻ പറയും. എന്താണ്? നിങ്ങൾ ഖുറൈശികളെ ആക്ഷേപിക്കരുത്, അവരിൽ ലോകമാകെ അറിവ് നിറയ്ക്കുന്ന ഒരു പണ്ഡിതൻ വരാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷാഫി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞ ഹദീസ് അത് എഴുതാൻ വരും. അതിനർത്ഥം എഴുതാൻ വരും, വിട്ട ഭാഗം പൂരിപ്പിക്കാനൊക്കെ വരും. മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? ഷാഫി ഇമാമിൻ്റെ മാതാപിതാക്കളുടെ പേര്: ഉമ്മ ഫാത്തിമ, പിതാവ് ഇദ്രീസ്. ഉമ്മ ഫാത്തിമ, പിതാവ് ഇദ്രീസ്, ഉപ്പ ഇദ്രീസ്. മനസ്സിലാക്കുക. അദ്ദേഹം ജനിച്ചത് എവിടെ? ജനിച്ചത് ഫലസ്തീനിലെ ഗസയിലാണ് ഇമാം ഷാഫി ജനിച്ചത്. ഹിജ്റ 150. ഫലസ്തീനിലെ അസ്സയിലാണ് ഇമാം ഷാഫി ജനിച്ചത്. ഹിജ്റ 150 ജനിച്ച വർഷം ഹിജ്റ 150 ഫലസ്തീനിലെ അസ്സയിൽ. മനസ്സിലാക്കുക. ഷാഫി ഇമാമും മാതാവും മക്കയിലേക്ക് വന്നത് അദ്ദേഹത്തിന് എത്രാം വയസ്സിലായിരുന്നു? അദ്ദേഹത്തിന് 2 വയസ്സുള്ളപ്പോൾ പരിശുദ്ധ മക്കയിലേക്ക് വന്നു അമ്മയും ഇമാം ഷാഫിയും. എത്രാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഖുർആൻ മനഃപ്പാഠമാക്കിയത്? 7 വയസ്സുള്ളപ്പോൾ ഖുർആൻ മനഃപ്പാഠമാക്കിയ മഹാൻ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. ഷാഫി ഇമാം മുഅത്ത മനഃപ്പാഠമാക്കി എപ്പോൾ? 10ാം വയസ്സിലാണ് ഇമാം മാലിക്കിൻ്റെ മുഅത്ത എന്ന കിതാബ് മനഃപ്പാഠമാക്കിയത്. മനസ്സിലാക്കുക. അദ്ദേഹം മദീനയിലേക്ക് പോയത് എത്രാം വയസ്സിൽ? മദീനയിലേക്ക് പോയി 13ാം വയസ്സിൽ. എന്തിനു വേണ്ടിയാണ് മദീനയിലേക്ക് 13ാം വയസ്സിൽ പോയത്? ഇമാം മാലിക്കിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കാൻ വേണ്ടി 13ാം വയസ്സിൽ മദീനയിലേക്ക് പോയി. മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? ഇമാം ഷാഫിയെ കുറിച്ചിട്ട് 5 വരി കുറയാതെ എഴുതാൻ വന്നാൽ മനസ്സിലാക്കി എഴുതാൻ കഴിയണം. ഇവിടെ നിങ്ങൾ പാഠത്തിൽ വരുന്ന പാരഗ്രാഫ് ഉണ്ട്. ആ പാരഗ്രാഫ് നന്നായി മനസ്സിലാക്കി അവിടുന്ന് കഴിയുന്ന ഭാഗങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കാം. 5 വരിയിൽ കുറയാതെ എഴുതാൻ കഴിയണം. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മക്കയിൽ അറബികളുടെ വിവിധ ഭാഷ പ്രയോഗങ്ങളും കവിതകളും പഠിച്ചു. ഭാഷയിൽ വലിയ അവഗാഹം നേടി മക്കയിൽ വെച്ച്. മനസ്സിലാക്കുക. ഇമാം ഷാഫി 10ാം വയസ്സിൽ മനഃപ്പാഠമാക്കിയ മുവത്ത ആരുടെ ഗ്രന്ഥമായിരുന്നു? ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ഗ്രന്ഥമാണ്. മനസ്സിലാക്കുക.
അദ്ദേഹം ഹദീസ് മനഃപ്പാഠമാക്കാറുണ്ടായിരുന്നത് എങ്ങനെയായിരുന്നു? ഇമാം ഷാഫി ഹദീസ് മനഃപ്പാഠമാക്കാറുണ്ടായിരുന്നത് എങ്ങനെയായിരുന്നു? ഉസ്താദ് ക്ലാസ് എടുക്കുമ്പോൾ വലതു കൈവിരൽ കൊണ്ട് ഇടതു കൈയിൽ എഴുതിയായിരുന്നു ഹദീസ് മനഃപ്പാഠമാക്കാറുണ്ടായിരുന്നത്. ഉസ്താദ് അത്ഭുതപ്പെട്ട സംഭവം വിവരിക്കുക. ക്ലാസ്സിൽ കൈകൊണ്ട് കളിക്കുന്നത് കണ്ട് ഉസ്താദ് കുട്ടിയെ വിളിച്ചു കാര്യമന്വേഷിച്ചു. അപ്പോൾ ഉസ്താദ് അന്ന് പഠിപ്പിച്ച ഹദീസുകൾ ഉസ്താദിന് ചൊല്ലിക്കൊടുത്തു. കുട്ടിയുടെ അപാര ബുദ്ധിശക്തി കണ്ട് ഉസ്താദ് അത്ഭുതപ്പെട്ടു. എത്രാം വയസ്സിൽ ഫത്വ കൊടുക്കാനുള്ള അനുമതി ലഭിച്ചു? 15 വയസ്സിൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് ഫത്വ കൊടുക്കാനുള്ള അനുമതി ലഭിച്ചു. 15 വയസ്സിൽ. അദ്ദേഹം യാത്രകൾ നടത്തിയ സ്ഥലങ്ങൾ ഏതെല്ലാം? മക്ക, മദീന, യമൻ, ഇറാഖ് തുടങ്ങിയ നാടുകളിൽ അറിവ് പഠിക്കാൻ വേണ്ടി മക്ക, മദീന, യമൻ, ഇറാഖ് എന്നീ നാടുകളിലൊക്കെ അറിവ് പഠിക്കാൻ വേണ്ടി നിരന്തര യാത്രകൾ നടത്തി. അദ്ദേഹം അറിവ് നേടിയ വിഷയങ്ങൾ ഏതെല്ലാം? അറിവ് നേടിയ വിഷയങ്ങൾ ഏതൊക്കെയായിരുന്നു? ഖുർആന്, ഹദീസ്, ഫിഖ്ഹ്, ഉസൂലുൽ ഹദീസ്, ഉസൂലുൽ ഫിഖ്ഹ്, വ്യാഖ്യാനം, കവിത, സാഹിത്യം, അമ്പെയ്ത്ത്. ഇതിലൊക്കെ ഇമാം ഷാഫി അറിവ് നേടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക. ഇമാം ഷാഫീൻ്റെ ഇതിലേക്ക് മാച്ച് ചെയ്യാൻ വരും. ഉസൂലുൽ ഹദീസ്, ഉസൂലുൽ ഫിഖ്ഹ് അദ്ദേഹം അറിവ് നേടിയ വിഷയങ്ങളാണ്, മനസ്സിലാക്കുക. ഇമാം ഷാഫി എത്ര ഗ്രന്ഥങ്ങൾ രചിച്ചു? 200ഓളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. 200ഓളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. നിരവധി മേഖലകളിൽ ആഴമേറിയ അറിവ് നേടിയ വ്യക്തിയാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. നിരവധി മേഖലകളിൽ ആഴമേറിയ അറിവ് നേടിയവരായിരുന്നു ഇമാം ഷാഫി. 200ഓളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അദ്ദേഹം എങ്ങനെയുള്ളവരായിരുന്നു? ഇമാം ഷാഫി എങ്ങനെയുള്ളവരായിരുന്നു? വലിയ ധർമ്മിഷ്ഠനും ആരാധനാനിഷ്ഠയുമുള്ളവരായിരുന്നു. മനസ്സിലാക്കുക. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു സ്വൻആയിൽ ചെന്ന് എന്താണ് ചെയ്തത്? അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന 10,000 ദിർഹം സദഖ ചെയ്യാൻ വേണ്ടി മക്കയിൽ ഒരു ടെൻറ്റ് കെട്ടി. സ്വൻആയിൽ നിന്ന് മക്കയിലേക്ക് പോകുമ്പോൾ കൈവശമുണ്ടായിരുന്ന 10,000 ദിർഹം സദഖ ചെയ്യാൻ വേണ്ടി മക്കയിൽ ഒരു ടെൻറ്റ് കെട്ടി അതിൽ താമസിച്ചു. അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്യാറുണ്ടായിരുന്ന ശൈലി എങ്ങനെയായിരുന്നു? എല്ലാ ദിവസവും ഒരു ഹത്തമോ, റമദാനിൽ 2 ഹത്തമോ ഓതാറുണ്ടായിരുന്നു. എല്ലാ ദിവസവും ഒരു ഹത്തമോ, റമദാനിൽ 2 ഹത്തം വീതവും അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്യാറുണ്ടായിരുന്നു. മക്കയിൽ ടെൻറ്റ് കെട്ടി ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു സദഖ ചെയ്തത് എത്ര ദിർഹമായിരുന്നു? 10,000 ദിർഹം. മനസ്സിലാക്കുക. ഖുർആനിലെ ചില ആയത്തുകൾ ഓതുമ്പോൾ അദ്ദേഹത്തിന് ബോധം നഷ്ടപ്പെടാറുണ്ടായിരുന്നു. ആർക്കാണ്? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു രാത്രിയെ ചെലവഴിക്കാറുണ്ടായിരുന്നത് എങ്ങനെയായിരുന്നു? രാത്രിയെ 3 ഭാഗമാക്കി. ഒന്ന് അറിവ് പഠിക്കാൻ വേണ്ടിയിട്ടും, ഒരു ഭാഗം അറിവ് പഠിക്കാൻ വേണ്ടിയും, ഒരു ഭാഗം നിസ്കാരത്തിനും, ഒരു ഭാഗം ഉറങ്ങുന്നതിനു വേണ്ടിയും രാത്രിയെ 3ആയി ഭാഗിച്ചു. ആര്? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. എന്തിനെല്ലാം വേണ്ടി? ചോദ്യം വരും, മനസ്സിലാക്കുക. അറിവ് പഠിക്കാനായും നിസ്കാരത്തിനും ഉറങ്ങുന്നതിനു വേണ്ടിയും. ഇമാം ഷാഫിയുടെ പ്രധാന 4 ശിഷ്യന്മാരുടെ പേര് എഴുതുക. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ 4 ശിഷ്യന്മാരുടെ പേര് എഴുതുക. ഇമാം അഹ്മദ് ബിനു ഹംബൽ റളിയല്ലാഹു അൻഹു, ഇമാം റബീഉ ബിനു സുലൈമാൻ റളിയല്ലാഹു അൻഹു, ഇമാം യൂസുഫുൽ ബുവൈത്തി റളിയല്ലാഹു അൻഹു, ഇമാം ഇസ്മായിലുൽ മുസനി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ പ്രമുഖ ശിഷ്യന്മാരാണ്.
ധാരാളം ശിഷ്യന്മാരുണ്ട്, അതിൽ നിന്ന് 4 പേരുടെ പേരാണ് ഇവിടെ പറഞ്ഞത്, മനസ്സിലാക്കുക. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അഹ്മദ് ബിൻ ഹംബൽ എന്താണ് പറഞ്ഞത്? അഹ്മദ് ബിൻ ഹംബൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചിട്ട് എന്താ പറഞ്ഞത്? അദ്ദേഹം 2-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദാണ്. 2-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദാണെന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞിട്ടുണ്ട് ഇമാം ഷാഫിയെ കുറിച്ചിട്ട്, മനസ്സിലാക്കുക. അദ്ദേഹം ഈജിപ്തിലേക്ക് പോയത് എപ്പോൾ? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഈജിപ്തിലേക്ക് പോയത് ഹിജ്റ 199. ഹിജ്റ 199 അപ്പോൾ ഇവിടെ പാഠഭാഗത്തിൽ എല്ലാത്തിലും മിസ്റ്റേക്ക് ഉണ്ടോ അറിയില്ല. ഇവിടെ ഒരു 190 എന്നാണ് ഇവിടെ കാണുക. അക്ഷരത്തെറ്റാണോ അല്ലെങ്കിൽ പ്രിൻറ്റിങ്ങിൽ വന്നതാണോ എന്ന് മനസ്സിലാക്കാൻ അറിയില്ല. എന്തായാലും ഇവിടെ 199 വരുന്നത്, മനസ്സിലാക്കട്ടെ എല്ലാവരും. 199 ഈജിപ്തിലേക്ക് പോയത്. ഷാഫി മദ്ഹബ് പിൻപറ്റി ജീവിക്കുന്ന രാജ്യങ്ങൾ. ഷാഫി മദ്ഹബ് പിൻപറ്റി ജീവിക്കുന്ന രാജ്യങ്ങൾ: ഹിജാസ്, ഈജിപ്ത്, ഇന്തോനേഷ്യ, മലേഷ്യ, ജോർദാന്, ഫലസ്തീന്, ഫിലിപ്പൈന്, സോമാലിയ, യമൻ തുടങ്ങിയ രാജ്യങ്ങൾ ഷാഫി മദ്ഹബ് പിൻപറ്റിയാണ് ജീവിക്കുന്നത്, മനസ്സിലാക്കാം. ഇമാം ഷാഫിയുടെ മദ്ഹബാണെന്ത്? ഷാഫി മദ്ഹബ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഷാഫി മദ്ഹബ് എന്ന പേർ അറിയപ്പെടുന്നത് ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും വെളിച്ചത്തിൽ അദ്ദേഹം ക്രോഡീകരിച്ച ഗവേഷണങ്ങളാണ് ഷാഫി മദ്ഹബ്. ഇമാം ഷാഫി ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും വെളിച്ചത്തിൽ ക്രോഡീകരിച്ച ഗവേഷണങ്ങളാണ് ഷാഫി മദ്ഹബ്, മനസ്സിലാക്കുക. അടുത്തെന്താണ്? അദ്ദേഹം വഫാത്തായത് എപ്പോൾ? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വഫാത്തായത് എപ്പോഴാണ്? ഹിജ്റ 204 റജബിലായിരുന്നു. അതൊരു വെള്ളിയാഴ്ചയായിരുന്നു. 204 റജബിൽ വെള്ളിയാഴ്ച, മനസ്സിലാക്കുക. എത്ര വയസ്സായിരുന്നു അന്ന്? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് അന്ന് 54 വയസ്സായിരുന്നു. 54 വയസ്സായിരുന്നു അന്ന്. അദ്ദേഹത്തിന് 54 വയസ്സായിരുന്നു, മനസ്സിലാക്കുക. റജബിലായിരുന്നു വഫാത്ത്. ഹിജ്റ 204 മനസ്സിലാക്കുക. വഫാത്തിൻ്റെ കാരണം എന്തായിരുന്നു? വഫാത്തിൻ്റെ കാരണം അസൂയാലുക്കളുടെ അടിയേറ്റ് അദ്ദേഹത്തിന് രോഗബാധിതനായി. അസൂയാലുക്കളുടെ അടിയേറ്റ് അദ്ദേഹം രോഗബാധിതനായി. അതിനെ തുടർന്നായിരുന്നു വഫാത്ത്, മനസ്സിലാക്കുക. അദ്ദേഹത്തിൻ്റെ ഖബർ എവിടെയാണ്? ഈജിപ്തിലാണ്. ഇമാം ഷാഫിയുടെ മക്ബറയുള്ളത് ഈജിപ്തിലാണ്. മക്ബറയുള്ളത് ഈജിപ്തിലാണ്. ആലിമുൽ ഖുറൈശി അംലൗ തിബാക്കൽ അർളി ഇൽമൻ. അർത്ഥം എഴുതുക വരും. എന്താണ്? ഒരു ഖുറൈശി പണ്ഡിതൻ ഭൂമിയിലെ വിവിധ ഭാഗങ്ങളെല്ലാം വിജ്ഞാനം കൊണ്ട് നിറയ്ക്കും. ഒരു ഖുറൈശി പണ്ഡിതൻ ഭൂമിയുടെ വിവിധ ഭാഗങ്ങളെല്ലാം വിജ്ഞാനം കൊണ്ട് നിറയ്ക്കും. ഭൂമിയുടെ വിവിധ ഭാഗങ്ങളെല്ലാം വിജ്ഞാനം കൊണ്ട് നിറയ്ക്കും. ആരായിരുന്നു? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, മനസ്സിലാക്കുക. അപ്പം തദ്രിബാത്തിൽ വന്ന പ്രൊഫൈൽ എഴുതുന്നതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. നമുക്ക് അടുത്ത പാഠത്തിലേക്ക് കടക്കാം. 12ാമത്തെ പാഠം വാഫു അന്ന വാഫിർ ലന. ഞങ്ങൾക്ക് മാപ്പ് നൽകുകയും പുറത്തു തരികയും ചെയ്യണമേ. ആമന റസൂലിയാണ് അതിൽ പറയുന്നത്. ആമന റസൂല്, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പഠിക്കുക. അപ്പം അതിൽ തദ്രിബാത്തിൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. എന്താണ്? ആമന ബില്ലാഹി വ മലായികതി വ കുതുബിഹി വ റസുലിഹി ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റസുലിഹി. അള്ളാഹുവിൻ്റെ മലക്കുകളിലും കിതാബുകളിലും മുർസലുകളിലും അന്ത്യനാളിലും ഖദറിലും വിശ്വസിക്കലാണ് ഈമാൻ കാര്യം. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കുക. പാഠത്തിൻ്റെ അർത്ഥം വരുന്നത് വാഫു അന്ന വാഫിർ ലന. എന്താണ്? ഞങ്ങൾക്ക് മാപ്പ് നൽകുകയും പുറത്തു തരികയും ചെയ്യണമേ എന്നതിൻ്റെ അറബി എന്ത്? വാഫു അന്ന വാഫിർ ലന. മനസ്സിലാക്കി പഠിക്കുക.
പാഠത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. ചെറിയ ചെറിയ വേർഡ്സുകളൊക്കെ തദ്രിബാത്തിൽ വന്നിട്ട് അർത്ഥം വരുന്നുണ്ട്, അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. അടുത്ത 13ാമത്തെ പാഠം മത്താ സാത്ത്. ഖിയാമത്ത് നാളിനെ കുറിച്ചിട്ടാണ് അതിൽ പറയുന്നത്. എന്താണ് ഖിയാമത്ത് നാൾ പ്രതീക്ഷിക്കാനുള്ള അടയാളങ്ങൾ എന്തെല്ലാമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്? ഖിയാമത്ത് നാള് പ്രതീക്ഷിക്കാനുള്ള അടയാളങ്ങൾ, ചെറിയ അടയാളങ്ങളും വലിയ അടയാളങ്ങളും പറഞ്ഞിട്ടുണ്ട്. അമാനത്ത് നഷ്ടപ്പെടുക, അനർഹർക്ക് അധികാരം ലഭിക്കുക. അമാനത്ത് നഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഖിയാമത്ത് നാൾ പ്രതീക്ഷിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. മനസ്സിലാക്കുക. ഖിയാമത്ത് നാളിൻ്റെ ചെറിയ അടയാളങ്ങൾ ഏതെല്ലാം? ഖിയാമത്ത് നാളിൻ്റെ ചെറിയ അടയാളങ്ങൾ പാഠത്ത് പറയുന്നുണ്ട്, നന്നായി മനസ്സിലാക്കുക. അവസാനത്തെ 5 വരിയിൽ കുറയാതെ എഴുതാനായിട്ട് വരും ഖിയാമത്ത് നാളിൻ്റെ ചെറിയ അടയാളങ്ങൾ. ഖിയാമത്ത് നാളിന് ചെറിയ അടയാളങ്ങളും വലിയ അടയാളങ്ങളും ഉണ്ട്. രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കി പഠിക്കുക. ചോദ്യം വരും, ഏതെങ്കിലും ഒന്ന് തന്നിട്ട് ഇത് ചെറിയ അടയാളമാണോ, ചെറിയ അടയാളത്തിൽ പെട്ടത് 3 ഓപ്ഷൻ തരും. അപ്പോൾ അതിനൊക്കെ നമുക്ക് വേർതിരിച്ച് എഴുതാൻ കഴിയണം. മനസ്സിലാക്കുക. മതപരമായ അറിവ് കുറയും, മസ്ജിദുകളിൽ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാവുക, സംഗീതമേളകളും നർത്തകികളും വർദ്ധിക്കുക, കൊലപാതകം പരക്കുക, വ്യഭിചാരം കൂടുക, പലിശ ഇടപാടുകൾ അധികമാവുക, മദ്യപാനം വർദ്ധിക്കുക, സ്ത്രീകളുടെ എണ്ണം കൂടുക, സ്ത്രീകൾ പൊതുരംഗപ്രവേശനം ചെയ്യുക, അവർ ഔറത്ത് പ്രദർശിപ്പിക്കുന്നവരാകുക, അനർഹർ ഭരണം നടത്തുക, അറിവില്ലാത്തവർ നേതാക്കളാവുക, വിശ്വസ്തത നഷ്ടപ്പെടുക, മഹാമാരികൾ പരക്കുക, കുടുംബ ബന്ധങ്ങൾ തകരുക, അചേതര വസ്തുക്കൾ സംസാരിക്കുക, മുസ്ലിങ്ങൾക്കെതിരെ മറ്റു സമുദായങ്ങൾ ഐക്യപ്പെടുക തുടങ്ങിയവ ഖിയാമത്ത് നാളിൻ്റെ ചെറിയ അടയാളങ്ങളാണ്. മനസ്സിലാക്കി പഠിക്കുക. അതുപോലെ ഖിയാമത്ത് നാളിൻ്റെ വലിയ അടയാളങ്ങൾ. വലിയ അടയാളങ്ങൾ: ഇമാം മഹദി വരിക, ദജ്ജാൽ പ്രത്യക്ഷപ്പെടുക, ഈസാ നബി അലൈഹി സ്വലാം ഇറങ്ങുക, യജൂജ് പുറപ്പെടുക, കഅബ ഷരീഫ് പൊളിക്കുക, ഹൃദയങ്ങളിൽ നിന്നും മുസ്ഹഫുകളിൽ നിന്നും പരിശുദ്ധ ഖുർആൻ ഉയരുക, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുക, ദാബത്തുൽ അർള് പുറപ്പെടുക, മഷ്രിഖിലും മഗ്രിബിലും ജസീറത്തുൽ അറബിയിലും ഭൂമി പിളരുക, യമനിൽ നിന്ന് വലിയ തീ ഉയരുക എന്നിവയാണ് വലിയ അടയാളങ്ങൾ. മനസ്സിലാക്കാം. ഖിയാമത്ത് നാളിൻ്റെ അടയാളമായി എവിടെ നിന്നാണ് തീ ഉയരുന്നത്? എവിടെ നിന്നാണ്? യമനിൽ നിന്ന്. എവിടെയെല്ലാമാണ് ഭൂമി പിളരുക? എവിടെയെല്ലാമാണ്? മഷ്രിഖിലും മഗ്രിബിലും ജസീറത്തുൽ അറബിയിലും. മഷ്രിഖിലും മഗ്രിബിലും ജസീറയിലുമാണ് ഭൂമി പിളരുക. ദജ്ജാൽ പുറപ്പെടും ഖിയാമത്ത് നാളിൻ്റെ വലിയ അടയാളങ്ങളാണ്. മനസ്സിലാക്കുക. അതുപോലൊക്കെ ഏത് ചോദ്യവും പ്രതീക്ഷിക്കാം. സൃഷ്ടികളെല്ലാം നശിക്കും. എപ്പോൾ? ഇസ്രാഫിൽ അലൈഹിസ്സലാം സൂറിൽ ഊതുമ്പോൾ. ഇസ്രാഫിൽ അലൈഹിസ്സലാം സൂറിൽ ഊതുമ്പോൾ സൃഷ്ടികളെല്ലാം നശിക്കും. ഖിയാമത്ത് നാളിൻ്റെ വലിയ അടയാളങ്ങൾക്ക് ശേഷം എന്താണ് സംഭവിക്കുക? ഇസ്രാഫിൽ അലൈഹിസ്സലാം സൂർ എന്ന കാഹളത്തിലൂതും, സൃഷ്ടികളെല്ലാം നശിക്കും. ഇഖ്തറബത്തി സാഅത്തു വൻഷക്കൽ ഖമർ. അന്ത്യനാളടുത്ത് ചന്ദ്രൻ പിളരുകയും ചെയ്യും. അന്ത്യനാളടുത്തു ചന്ദ്രൻ പിളരുകയും ചെയ്യും. ഇഖ്തറബത്തി സാഅത്തു വൻഷക്കൽ ഖമറു. മനസ്സിലാക്കുക. അലാമാത്ത് സോർ ചെറിയ അടയാളങ്ങൾ, അലാമാത്തുൽ കുബർ വലിയ അടയാളങ്ങൾ. മനസ്സിലാക്കി വെക്കുക. 14ാമത്തെ പാഠം ലാ തുൽഖൂ ബി ഐദീകും ഇലാ തഹ്ലുക്ക്. എന്താണ്? ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് അദ്ദേഹം ദുഃഖിക്കാനുണ്ടായ കാരണം എന്താണ്? ജറാദുകളുടെ എണ്ണം വളരെ കുറഞ്ഞു. ജറാദുകളുടെ എണ്ണം വളരെ കുറഞ്ഞു. ആരുടെ ഭരണകാലത്ത്? ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് ജറാദുകളുടെ എണ്ണം വളരെ കുറഞ്ഞു. മനസ്സിലാക്കുക. ജറാദിന് വെട്ടുകിളി എന്നും പറയും. വെട്ടുകിളിയെ തിരിഞ്ഞ് എവിടെയെല്ലാമാണ് ആളുകളെ അയച്ചത്? എവിടെ നിന്നാണ് വെട്ടുകിളിയെ കിട്ടിയത്? ഇറാഖ്, യമന്, ഷാം, ഇറാഖ്, യമന് തുടങ്ങിയ നാടുകളിലേക്കൊക്കെ ആളുകളെ അയച്ചു. യമനിൽ നിന്ന് ജറാദുകളെ കിട്ടി.
യമനിൽ നിന്നാണ് പിന്നീട് ജറാദുകളെ കിട്ടുന്നത്. മനസ്സിലാക്കുക. യമനിൽ നിന്ന് ജറാദുകളെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ജറാദുകളെ അന്വേഷിച്ചിട്ട് എവിടെ നിന്നാണ് ജറാദുകളെ കിട്ടിയത്? ചോദ്യം മനസ്സിലാക്കുക. യമനിൽ നിന്നാണ്. ഭൂമിയിലെ ജീവജാലങ്ങളിൽ ആദ്യം നശിക്കുന്നത് ഏതാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ജറാദുകൾ അഥവാ വെട്ടുകിളികളാണ് ആദ്യം നശിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഭൂമിയിലെ അടിസ്ഥാന ഘടകങ്ങൾ ഏതെല്ലാം? പ്രകൃതിയിലെ അടിസ്ഥാന ഘടകങ്ങൾ ഏതെല്ലാം? മണ്ണും വെള്ളവും വായുവും. മണ്ണും വെള്ളവും വായുവാണ് പ്രകൃതിയിലെ അടിസ്ഥാന ഘടകങ്ങൾ. ആർക്കു വേണ്ടിയാണ് അള്ളാഹു പ്രകൃതിയെ സൃഷ്ടിച്ചത്? ആർക്കു വേണ്ടിയാണ്? മനുഷ്യർക്ക് വേണ്ടിയാണ് അള്ളാഹു പ്രകൃതിയെ സൃഷ്ടിച്ചത്. നാം താമസിക്കുന്ന പരിസരമാണ് നമ്മുടെ പരിസ്ഥിതി. നാം താമസിക്കുന്ന പരിസരമാണ് നമ്മുടെ പരിസ്ഥിതി. സത്യവിശ്വാസികളുടെ കടമയിൽപ്പെട്ടതാണ് എന്താണ്? പ്രകൃതിയെ സംരക്ഷിക്കൽ. സത്യവിശ്വാസിയുടെ കടമയിൽപ്പെട്ടതാണ് പ്രകൃതിയെ സംരക്ഷിക്കൽ. ഖുർആൻ പറയുന്നു, ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ. അർത്ഥം എഴുതാൻ വരും. എന്താണ്? ഭൂമിയിലുള്ളവയെല്ലാം നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. മനുഷ്യർക്ക് വേണ്ടിയാണ് ഈ ഭൂമിയിലുള്ളതെല്ലാം സൃഷ്ടിച്ചത്. അതിന് തെളിവായിട്ട് ഖുർആൻ പറയുന്നതാണ് ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ. സത്യവിശ്വാസിയുടെ കടമയിൽപ്പെട്ടതാണ് പ്രകൃതിയെ സംരക്ഷിക്കൽ. പ്രകൃതിയെ സംരക്ഷിക്കൽ സത്യവിശ്വാസികളുടെ കടമയിൽപ്പെട്ടതാണ്. പ്രകൃതിയോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തെല്ലാമാണ്? അനാവശ്യമായ മരങ്ങൾ മുറിക്കരുത്, കാട് നശിപ്പിക്കരുത്, കുന്നുകൾ ഇടിച്ചു നിരത്തരുത്, വയലുകളും പുഴകളും തോടുകളും മലിനമാക്കരുത്, അവ നശിപ്പിക്കുകയും ചെയ്യരുത്. പ്രകൃതിയോട് നാം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ മനസ്സിലാക്കുക. വഴിയിലെ തടസ്സങ്ങൾ നീക്കുന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ നിർദ്ദേശം വഴിയിലെ തടസ്സങ്ങൾ നീക്കൽ ഈമാനിന്റെ ഭാഗമാണ്. അതാ അനിത്വരീക്കി മിനൽ ഈമാൻ. വഴിയിലെ തടസ്സങ്ങൾ നീക്കൽ ഈമാനിൽ പെട്ടതാണ്. മനസ്സിലാക്കുക. അർത്ഥം എഴുതാൻ വരും. ഇമാത്തത്തു അതിന അനിത്വരീക്കി മിനൽ ഈമാൻ. വഴിയിൽ നിന്ന് തടസ്സങ്ങൾ നീക്കൽ ഈമാനിന്റെ ഭാഗമാണ്. പ്രകൃതിയോട് ചെയ്യാൻ ഹറാമായ കാര്യങ്ങൾ. പ്രകൃതിയോട് ചെയ്യാൻ ഹറാമായ കാര്യങ്ങൾ എന്തെല്ലാം? ജലാശയങ്ങളിലും ഫലവൃക്ഷങ്ങളുടെ ചുവട്ടിലും മാളത്തിലും ഭക്ഷ്യവസ്തുക്കളിലും വിസർജനം ചെയ്യുക. മനസ്സിലാക്കുക. ജനങ്ങൾക്ക് പൊതു അവകാശമുള്ള സാധനങ്ങൾ ഏതെല്ലാം? ജനങ്ങൾക്ക് പൊതു അവകാശമുള്ളത് വെള്ളം, പുല്ല്, തീ. വെള്ളം, പുല്ല്, തീ എന്നീ 3 വസ്തുക്കൾക്ക് ജനങ്ങൾക്ക് പൊതു അവകാശമുണ്ട്. ജീവജാലങ്ങളെ പരിഗണിക്കണമെന്ന് ഖുർആനിൽ നിന്ന് ഒരായത്ത്. ജീവജാലങ്ങളെ പരിഗണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനിൽ വന്ന ആയത്ത് എന്താണ്? വമാ മിൻ ദാബത്തി ഫിൽ അർളി വലാ ത്വാഇരി യതീറു ബിജനാഹൈനി ഇല്ലാ ഉമമും അംസാലുക്കും. ഭൂമിയിൽ ജീവജാലങ്ങളും ചിറകുകൾ ഉപയോഗിച്ച് പറക്കുന്ന പക്ഷികളും നിങ്ങളെപ്പോലുള്ള സമൂഹം തന്നെയാണ്. ഖുർആനിൽ വന്ന ആയത്താണ്. ഈ ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യർ പരസ്പരം പരിഗണിക്കുന്നത് പോലെ ജീവജാലങ്ങളെയും പരിഗണിക്കണമെന്ന്. മനുഷ്യർ പരസ്പരം പരിഗണിക്കുന്നത് പോലെ ജീവജാലങ്ങളെയും പരിഗണിക്കണമെന്നാണ് ഈ ആയത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. ജീവജാലങ്ങളെ പരിഗണിക്കുന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഒരു മുസ്ലിം ചെടി നട്ടു അല്ലെങ്കിൽ കൃഷി ചെയ്തു, അതിൽ നിന്ന് പക്ഷികളോ മനുഷ്യരോ മൃഗങ്ങളോ ഭക്ഷിക്കാനിടയായാൽ അത് അവന് സ്വതക്കയായി തീരും. അതവന് സ്വതക്കയായി തീരും. മനസ്സിലാക്കുക. അവിടെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് എന്താണ്? മാമിൻ മുസ്ലിമി യരിസു അർഷൻ ഐ യസ്റഉ സർഅൻ ഫയകുലു മിൻഹു തൈറൻ ഔ ഇൻസാനു ഔ ബഹീമത്തുൻ ഇല്ലാ കാന ലഹു സദഖത്തൻ. മനസ്സിലാക്കുക. ജീവജാലങ്ങളെ പരിഗണിക്കുന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണിത്. മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അടുത്ത ദൂർത്ത്. ദൂർത്ത് എന്നാൽ എന്ത്? ആവശ്യത്തിലധികവും തൻ്റെ കഴിവിൻ്റെ പരിധിയിലപ്പുറവും ഹറാമായ കാര്യങ്ങൾക്കും പൊങ്ങച്ചത്തിനു വേണ്ടിയും ചെലവഴിക്കുന്നതിനാണ് ദൂർത്ത് എന്ന് പറയുന്നത്. ആവശ്യത്തിലധികവും തൻ്റെ കഴിവിൻ്റെ പരിധിയിലപ്പുറവും ഹറാമായ കാര്യങ്ങളിലും പൊങ്ങച്ചത്തിനു വേണ്ടിയും ചെലവഴിക്കുന്നതിനാണ് ദൂർത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ദൂർത്തിനെ കുറിച്ച് എഴുതാൻ വരും 5 വരിയിൽ കുറയാതെ. മനസ്സിലാക്കി പഠിക്കുക. ഇസ്ലാമിൽ ധനവിനിയോഗത്തെ കുറിച്ചിട്ട് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇവിടെ എഴുതാം. പരിസ്ഥിതിയെ കുറിച്ചിട്ട്, പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ചിട്ട്. അപ്പോൾ ഇതിൽ വന്ന ഭാഗങ്ങൾ മനസ്സിലാക്കുക, എന്നിട്ട് പഠിക്കുക. ദൂർത്തിനെ കുറിച്ച് ഖുർആനിൽ വന്ന ആയത്ത് എന്താണ്? ഖുർആൻ പറയുന്നു വലാ തുബദ്ദിർ തബ്ദീറ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ വകാന ശൈത്താനു ലിറബ്ബിഹി കഫൂറ. നീ ദൂർത്തടിക്കരുത്. ദൂർത്തടിക്കുന്നവർ പിശാചുക്കളുടെ സഹോദരന്മാരാണ്. പിശാചാകട്ടെ രക്ഷിതാവിനോട് നന്ദി കേട് കാട്ടിയവനാണ്. പിശാചുക്കളുടെ സഹോദരന്മാരാണ് ആരാണ്? ദൂർത്തടിക്കുന്നവർ. ദൂർത്തടിക്കുന്നവർ പിശാചിൻ്റെ സഹോദരന്മാരാണ്. മനസ്സിലാക്കുക. അല്ലാഹു തആലയും റസൂലും വെറുക്കുന്ന സ്വഭാവമാണ് ദൂർത്ത്. സത്യവിശ്വാസിയുടെ ജീവിത രീതിയാണ് ഏത്? സത്യവിശ്വാസിയുടെ ജീവിത രീതിയാണ് മിതവ്യയം. സത്യവിശ്വാസിയുടെ ജീവിത രീതിയാണ് മിതവ്യയം. അപ്പോൾ ദൂർത്തിനെ കുറിച്ച് വന്നാൽ നിങ്ങളെ പാഠത്തിൽ അവസാനത്തെ പാരഗ്രാഫ് മനസ്സിലാക്കി പഠിക്കുക, എന്നിട്ട് എഴുതുക. ഫീ കുല്ലി കബിദിൻ റുത്തുബത്തിൻ അജ്റുൻ. എല്ലാ ജീവികളിലും പ്രതിഫലമുണ്ട്. ഫീ കുല്ലി കബിദിൻ റുത്തുബത്തി അജ്റുൻ. എല്ലാ ജീവികളിലും പ്രതിഫലമുണ്ട്. പരിസ്ഥിതി സംരക്ഷണത്തിന് ഇസ്ലാം നൽകിയ പ്രാധാന്യം. അപ്പോൾ ഇവിടെ പറയുന്ന ഈ അവസാനത്തെ ഈ പാരഗ്രാഫ് നന്നായി മനസ്സിലാക്കി പഠിക്കുക. അതിൽ നിന്ന് 5 വരി കുറയാതെ എഴുതാൻ കഴിയണം. തണൽ മരങ്ങളും ഫലവൃക്ഷങ്ങളും നട്ടുപിടിപ്പിക്കൽ സുന്നത്താണ്. തണൽ മരങ്ങളും ഫലവൃക്ഷങ്ങളും നട്ടുപിടിപ്പിക്കുന്നതിൻ്റെ വിധി എന്ത്? സുന്നത്ത്. പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി പല നിർദ്ദേശങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ട്. അതൊക്കെ മനസ്സിലാക്കി ഈ പാരഗ്രാഫ് നന്നായി മനസ്സിലാക്കി പഠിക്കുക. പിന്നെ എല്ലാ ജനങ്ങൾക്കും പൊതുവകാശമുള്ള പുല്ല്, തീ, വെള്ളം അതൊക്കെ ഉൾപ്പെടുത്തി മനസ്സിലാക്കി എഴുതുക. ഇമാമുസുന്ന ആരാണ്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ആലിമുൽ ഖുറൈഷ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. അപ്പോൾ 11 മുതലുള്ളതിൽ ഈ 2 ഇമാമുമാരെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇമാം ഷാഫിനെ കുറിച്ചിട്ടും ഇമാം അഹ്മദ് ബിൻ ഹംബലിനെ കുറിച്ചിട്ടും. ആലിമുൽ ഖുറൈഷും ഇമാം സുന്നയും നന്നായി മനസ്സിലാക്കി പഠിക്കുക. മാച്ച് ചെയ്യുന്നതിലൊക്കെ ചിലപ്പോൾ ആ പേരുകളാണ് വരിക, അവരെ പേരിലേക്ക് മാച്ച് ചെയ്യാൻ മനസ്സിലാക്കുക. ഇമാം അഹ്മദ് ബിൻ ഹംബൽ ബാഗ്ദാദിലാണ് ജനിച്ചത്. മനസ്സിലാക്കുക. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ശിഷ്യനായ റബിയ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയച്ചു. എവിടേക്കാണ്? ബാഗ്ദാദിൽ ഇമാം അഹ്മദ് ബിൻ ഹംബലിന് ഒരു കത്ത് കൊടുക്കാനാണ് പറഞ്ഞയച്ചത്. കത്ത് കൊടുക്കാനാണ്. കത്തിൻ്റെ ഉള്ളടക്കം എന്തായിരുന്നു? കത്തിലെന്തായിരുന്നു? ഞാൻ മുത്തു നബിയെ സ്വപ്നം കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് പറഞ്ഞു, താങ്കൾ അഹ്മദ് ബിൻ ഹംബലിന് എൻ്റെ സലാം പറയണം. ഖുർആൻ സൃഷ്ടിയാണെന്നും വിഷയത്തിൽ താങ്കൾ പരീക്ഷിക്കപ്പെടുമെന്നും അള്ളാഹു താങ്കളെ സത്യത്തിൽ ഉറപ്പിച്ചു നിർത്തുമെന്നും താങ്കളുടെ അറിവ് ലോകാവസാനം വരെ അള്ളാഹു നിലനിർത്തുമെന്നും. അതൊക്കെയാണ് ആ കത്തിൻ്റെ ഉള്ളടക്കം. മനസ്സിലാക്കി പഠിക്കുക. കത്ത് കിട്ടി വായിച്ച അഹ്മദ് ബിൻ ഹംബൽ എന്താണ് ചെയ്തത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആശീർവാദം ലഭിച്ച സന്തോഷത്തിൽ തൻ്റെ കുപ്പായം ഊരി റബിയ റളിയല്ലാഹു അൻഹുവിന് സമ്മാനമായി നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആശീർവാദം ലഭിച്ച
ഇമാം അഹ്മദ് ബിൻ ഹംബൽ തൻ്റെ കുപ്പായമൂരി ഷർട്ട് റബിയ റളിയല്ലാഹു അൻഹുവിന് സമ്മാനമായി നൽകി. തൻ്റെ ഷർട്ട് റബിയ റളിയല്ലാഹു അൻഹുവിന് സമ്മാനമായി നൽകിയതാര്? ആരായിരുന്നു? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു റബിയ റളിയല്ലാഹു അൻഹുവിന് കൊടുത്ത ഷർട്ട് കാണിച്ചപ്പോൾ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു എന്താണ് പറഞ്ഞത്? നിങ്ങൾ ഭാഗ്യവാനാണ്, അത് വെള്ളത്തിൽ മുക്കി എനിക്ക് തരൂ, അതുകൊണ്ട് ബർക്കത്തെടുക്കട്ടെ, അതുകൊണ്ട് ഞാൻ ബർക്കത്തെടുക്കട്ടെ. ഇതാണ് ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഹംബൽ റളിയല്ലാഹു അൻഹു ജനിച്ചത് എവിടെ, എപ്പോൾ? ഹിജ്റ 164 ഹിജ്റ 164 ബാഗ്ദാദിലാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ ജനിച്ചത്. ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ പിതാവ് വഫാത്തായത് 3 വയസ്സുള്ളപ്പോൾ പിതാവ് മരണപ്പെട്ടു. ദാരിദ്ര്യം ബാധിച്ച അദ്ദേഹം എങ്ങനെ വിശപ്പടക്കി? കൂലിവേല ചെയ്തും കർഷകർ ഉപേക്ഷിക്കുന്ന വിളകൾ ശേഖരിച്ചും അദ്ദേഹം വിശപ്പടക്കി. എത്ര ഹദീസുകൾ മനഃപ്പാടമാക്കിയിട്ടുണ്ട്? 10 ലക്ഷം ഹദീസ് മനഃപ്പാടമാക്കിയ മഹാനാണ് ആര്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. 10 ലക്ഷം ഹദീസുകൾ മനഃപ്പാടമാക്കി. ഓപ്ഷൻ 3 ഇമാമുകളുടെ പേര് തരും, മനസ്സിലാക്കി അടയാളപ്പെടുത്താൻ കഴിയണം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ. ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ ശിഷ്യന്മാർ പ്രമുഖ ഹദീസ് പണ്ഡിതന്മാർ ആരല്ല? പ്രമുഖ ഹദീസ് പണ്ഡിതന്മാർ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു തുടങ്ങി ഹദീസ് പണ്ഡിതന്മാരെല്ലാം അദ്ദേഹത്തിന് ശിഷ്യന്മാരിൽ പെട്ടതാണ്. മനസ്സിലാക്കുക. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതി, അഹ്മദ് ബിൻ ഹംബലിൻ്റെ പ്രധാന കൃതി മുസ്നദ്. 7 ലക്ഷം ഹദീസുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത ഹദീസുകളാണ് മുസ്നദിൽ ഉൾപ്പെടുത്തിയത്. 7 ലക്ഷം ഹദീസുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത ഹദീസുകളാണ് അതിൽ ഉൾപ്പെടുത്തിയത് മുസ്നദിൽ. മനസ്സിലാക്കുക. 7 ലക്ഷം ഹദീസുകളിൽ നിന്ന്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ കർമ്മശാസ്ത്ര വഴി ഏത്? ഹംബലി മദ്ഹബാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ കർമ്മശാസ്ത്ര വഴി. മനസ്സിലാക്കുക. അദ്ദേഹത്തിൻ്റെ മദ്ഹബ് ഏതാണ്? ചോദ്യം വരും. ഹംബലി മദ്ഹബിൻ്റെ ഇമാമാര്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. മനസ്സിലാക്കുക. സൗദി അറേബ്യ, സിറിയ തുടങ്ങിയ രാജ്യങ്ങളിലെ ജനങ്ങൾ ഹംബലി മദ്ഹബ് അനുസരിച്ചാണ് ജീവിക്കുന്നത്. ഹംബലി മദ്ഹബ് പിന്തുടർന്നാണ് സൗദി അറേബ്യ, സിറിയ തുടങ്ങിയ രാജ്യങ്ങളിലെ ജനങ്ങൾ ഹംബലി മദ്ഹബ് പിന്തുടർന്ന് ജീവിക്കുന്നു. ഹംബലി മദ്ഹബ് പിന്തുടർന്ന് ജീവിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെ? സൗദി അറേബ്യ, സിറിയ. മനസ്സിലാക്കുക. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിനെ കുറിച്ചിട്ട് എന്താണ് പറഞ്ഞത്? ഇമാം അഹ്മദ് ബിൻ ഹംബലിനേക്കാൾ ഫിഖ്ഹിലും തഖ്വയിലും ഉയർന്ന മറ്റൊരാളെ ബഗ്ദാദിൽ ഞാൻ കണ്ടിട്ടില്ല. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഫിഖ്ഹിലും തഖ്വയിലും ഉയർന്ന മറ്റൊരു ആളെ ബഗ്ദാദിൽ ഞാൻ കണ്ടിട്ടില്ല. ആരാണ് പറഞ്ഞത്? ഇമാം ഷാഫി. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചിട്ട് പറഞ്ഞതാണ്. മനസ്സിലാക്കുക. ദാനമോ പാരിതോഷികമോ അദ്ദേഹം സ്വീകരിച്ചിരുന്നില്ല. വിശദീകരിക്കുക. എന്താണ്? ദാനമോ പാരിതോഷികമോ അദ്ദേഹം സ്വീകരിച്ചിരുന്നില്ല. ഭക്ഷണം ലഭിക്കാത്തതിനാൽ ഒരിക്കൽ അദ്ദേഹം 3 ദിവസം പട്ടിണി കിടന്നു. അതറിഞ്ഞ ഒരു പണ്ഡിതൻ റൊട്ടിയുണ്ടാക്കി അദ്ദേഹത്തിന് നൽകി. എന്നാൽ ഭരണകൂടത്തു നിന്ന് സമ്മാനം സ്വീകരിക്കുന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ റൊട്ടി ഇമാം സ്വീകരിച്ചില്ല. ഭരണകൂടം നൽകുന്ന സമ്മാനം സ്വീകരിക്കാൻ പാടില്ല എന്നായിരുന്നു ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെ വീക്ഷണം. മനസ്സിലാക്കുക. അവിടെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം നമുക്ക്. എന്താണ് ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെ വീക്ഷണം എന്തായിരുന്നു എന്ന്. ഒരിക്കൽ യമനിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ വസ്ത്രം കളവ് പോയി. നല്ല വസ്ത്രമില്ലാത്തതിനാൽ പുറത്തിറങ്ങാൻ സാധിച്ചില്ല. പലരും വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ മുന്നോട്ട് വന്നെങ്കിലും അദ്ദേഹം സ്വീകരിക്കാൻ തയ്യാറായില്ല. പിന്നീട് പകർത്തിയെഴുത്തിന് കിട്ടിയ കൂലി കൊണ്ടാണ് അദ്ദേഹം വസ്ത്രം വാങ്ങിയത്. പകർത്തിയെഴുത്തിന് കിട്ടിയ കൂലി കൊണ്ടാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ വസ്ത്രം വാങ്ങി ധരിച്ചത്. അപ്പം അദ്ദേഹം ദാനമോ പാരിതോഷികമോ സ്വീകരിക്കാത്തതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇവിടെ മനസ്സിലാക്കുക.
ഇമാമുകൾക്കിടയിൽ കൂടുതൽ പീഡനങ്ങൾ ദീർഘകാലത്ത് ജയിൽവാസവും സഹിച്ച വ്യക്തിയാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ. 4 ഇമാമുകളിൽ ആരാണ് കൂടുതൽ കാലം പീഡനങ്ങൾ അനുഭവിച്ചതും ദീർഘകാല ജയിൽവാസം അനുഭവിച്ചതും? ഇമാം അഹ്മദ് ബിൻ ഹംബൽ. ചോദ്യം വരാറുണ്ട്, കഴിഞ്ഞ വർഷത്തെ ചോദ്യത്തിലൊക്കെ വന്നിട്ടുണ്ട്. ദീർഘകാലം ജയിൽവാസം അനുഭവിച്ച വ്യക്തിയാണ് ആര്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ. അഹ്ലുസുന്നയുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചതിനാണ് അദ്ദേഹത്തെ അക്കാലത്തെ ഭരണകൂടം കഠിനമായി ഉപദ്രവിച്ചത്. മനസ്സിലാക്കുക. ഇമാം അഹ്മദ് ബിൻ ഹംബൽ ബിദ്അത്തിന്റെ വാദങ്ങൾ ഖണ്ഡിച്ചു. എങ്ങനെയാണ്? ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നുമുള്ള തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ബിദ്അത്തിന്റെ വാദങ്ങൾ ഖണ്ഡിച്ചു. കഠിനമായ പീഡനങ്ങൾ അദ്ദേഹത്തിന്റെ ശരീരത്തെ വല്ലാതെ ക്ഷയിപ്പിച്ചു. ഹിജ്റ 241 റബിയുൽ അവ്വൽ 12 വെള്ളിയാഴ്ച രാവിലെ അദ്ദേഹം വഫാത്തായി. ഇമാം അഹ്മദ് ബിൻ ഹംബൽ വഫാത്തായതെന്ന് ഹിജ്റ 241 റബിയുൽ അവ്വൽ 12 വെള്ളിയാഴ്ച രാവിലെ. മനസ്സിലാക്കുക. ജനാസ നിസ്കാരത്തിൽ 8 ലക്ഷം ആളുകൾ പങ്കെടുത്തിരുന്നു. 8 ലക്ഷം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ നിസ്കാരത്തിൽ 8 ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. മനസ്സിലാക്കുക. അപ്പോൾ 8 ലക്ഷത്തിലധികം ആളുകൾ ജനാസയിൽ പങ്കെടുത്ത ആരുടെ ജനാസ നിസ്കാരത്തിൽ? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ നിസ്കാരത്തിൽ. മനസ്സിലാക്കുക. സബറൽ ഇമാം അഹ്മദുൻ അലാ മിഹനിൽ കസീറ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വലിയ ക്ഷമ കൈക്കൊണ്ട വ്യക്തിയായിരുന്നു ആര്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. മനസ്സിലാക്കുക. പാഠഭാഗം നന്നായി മനസ്സിലാക്കി പഠിക്കുക. പാഠത്തിന്റെ തദ്രിബാത്തിൽ പറയുന്ന കുറച്ച് വാക്കുകൾ നന്നായി മനസ്സിലാക്കുക. ഇമാമു സുന്ന, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ അപരനാമം. മുസ്നദ് അഹ്മദ് റളിയല്ലാഹു അൻഹു, അഹ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഗ്രന്ഥം. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരി എന്ന കിതാബിന്റെ മുസന്നിഫ്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ മുസ്ലിം എന്ന കിതാബിന്റെ മുസന്നിഫ്. അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു സുനനു അബൂ ദാവൂദ് എന്ന കിതാബിന്റെ മുസന്നിഫ്. അപ്പോൾ ഇതൊക്കെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ്. ഇവരൊക്കെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യന്മാരിൽ പെട്ടവരാണ്. മനസ്സിലാക്കുക. ബാഗ്ദാദിലാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ ജനിച്ചത്. പിതാവിൻ്റെ പേര് ഹംബൽ. പാഠഭാഗത്ത് വന്ന് മാച്ച് ചെയ്യാനൊക്കെ വന്നത് മനസ്സിലാക്കുക. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ആലിമുൽ ഖുറൈഷ്. റബിയ റളിയല്ലാഹു അൻഹു ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യനായിരുന്നു. റബി അഹ്മദ് ബിൻ ഹംബലിൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ച്. മനസ്സിലാക്കുക. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഇമാമു സുന്ന. ഇമാം ബുഖാരി ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യന്. മനസ്സിലാക്കുക. ഇമാമുമാരെ കുറിച്ചിട്ടോ ഇമാമുമാരിൽ നിന്ന് ആരെങ്കിലും ഒരാളെ പേര് തന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചിട്ട് 5 വരിയിൽ എഴുതുക. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചിട്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക പാഠഭാഗത്തെ ആസ്പദമാക്കി. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ സൂക്ഷ്മതയെ സൂചിപ്പിക്കുന്നതാണ് അദ്ദേഹം ദാനമോ പാരിതോഷികമോ എന്നോ സ്വീകരിക്കാതിരുന്നത്. അപ്പം അത് മനസ്സിലാക്കിയിട്ട് എഴുതുക. അടുത്ത 16ാമത്തെ പാഠം നദ്ഫഹു ഹിസാബ്. നമുക്ക് പണം അടയ്ക്കാം. നദ്ഫഹു ഹിസാബ് എന്നാൽ നമുക്ക് പണം അടയ്ക്കാം. അറബി പാഠമാണ്. അപ്പോൾ ആ പാഠത്തു നിന്ന് മനസ്സിലാക്കേണ്ടത് മവാദുൽ മൻസിലിയ, വീട്ടുപകരണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം. മവാദുൽ ഇദാഇയ, ഭക്ഷ്യവസ്തുക്കൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം. നമുക്ക് ചോദ്യം വരും, മവാദുൽ മൻസിലിയയിൽ പെടാത്തതേത് എന്ന് ചോദിച്ചിട്ട് ചോദ്യം വരും. അപ്പോൾ ഇവിടെ മവാദുൽ മൻസിലിയയിൽ പെട്ടതേതെന്ന് ചോദിച്ചിട്ട് നമുക്ക് തുഫാഹ്, കൂബ്, അനനാസ്, ഇതിൽ വീട്ടുപകരണങ്ങളിൽ പെട്ടത് ഏതാണ്? മവാദുൽ മൻസിലിയ എന്ന് പറഞ്ഞാൽ വീട്ടുപകരണം. അപ്പോൾ അവിടെ വീട്ടുപകരണം
കൂബ്, കപ്പ്, കോപ്പ എന്നൊക്കെ പറയില്ലേ, അതാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് തദ്ദേശഭാഗത്തിൽ വരുന്നുണ്ട് എല്ലാ മീനിങ്സും എന്തൊക്കെയാണ് അതിൽ വീട്ടുപകരണങ്ങൾ വന്നത്, പാഠഭാഗത്ത് തന്നെ ഉള്ളത് തന്നെയാണ് വരിക. അപ്പോൾ അത് നന്നായി മനസ്സിലാക്കി പഠിക്കാം. പിന്നെ മവാദിൽ ഇദായിയ, ഭക്ഷ്യവസ്തുക്കളിൽ പെട്ടത്. സിക്കീന്, തൊബക്ക്, ബാമിയ. അതിൽ ഭക്ഷ്യവസ്തുക്കളിൽ പെട്ടത് ഏതാണ്? ബാമിയ. ബാമിയ എന്ന് പറഞ്ഞാൽ വെണ്ട. സിക്കി എന്ന് പറഞ്ഞാൽ കത്തി. തൊബക്ക് എന്ന് പറഞ്ഞാൽ തളിക. മനസ്സിലാക്കുക. അപ്പോൾ പെട്ടതാണോ പെടാത്തതാണോ ചോദിക്കുന്നതെന്നുള്ള ചോദ്യം മനസ്സിലാക്കിയിട്ട് അടയാളപ്പെടുത്തുക. മുംതാസ വറഹീലത്ത എന്താണ്? മുംതാസ വറഹീസ എന്താണ്? മുന്തിയതും വില കുറഞ്ഞതുമാണ്. മനസ്സിലാക്കുക. മുന്തിയതും വില കുറഞ്ഞതും. ഫവാക്കി വൽ ഫവാക്കി. ഫവാക്കി എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സുകൾ മനസ്സിലാക്കുക. പിന്നെന്താണ്? ഹുലാറ് പച്ചക്കറി. 5 കിലോ അരി. 5 കിലോ അരി എന്നത് അറബിയിൽ എഴുതണം. എങ്ങനെ എഴുതും? വഹംസത്തു കിലു അറാമാത്തിൻ മിനൽ അറുസ്. 5 കിലോ അരി. പിന്നെന്താണ്? നഹുദു കിലു അറാമാത്തി മിൻ ശുക്രി. എനിക്ക് 1 കിലോ പഞ്ചസാര. 1 കിലോ പഞ്ചസാര. നഹുദു കിലു അറാമാത്തി മിൻ ശുക്രി. പിന്നെ 1 പേക്ക് ഉപ്പ്. വ ഉൽബത്ത മിൽഹിൻ. 1 പേക്ക് ഉപ്പ്. അപ്പോൾ അത് മലയാളത്തിൽ ചോദിക്കുക. അതിൻ്റെ അറബി ഏതാണെന്നാണ് നമ്മൾ പരീക്ഷയ്ക്ക് എഴുതേണ്ടി വരിക. മനസ്സിലാക്കുക. പിന്നെ 5 വെജിറ്റബിൾസിൻ്റെ പേര് എഴുതാൻ വരും. ഇവിടെ എന്താ? ടൊമാറ്റം, ബാമിയ ഒക്കെ വരുന്നുണ്ട്. വെണ്ട, ബസൽ, ഉള്ളി. പിന്നെന്താണ്? ടൊമാറ്റം, തക്കാളി. അപ്പോൾ ഒക്കെ മനസ്സിലാക്കുക. പിന്നെന്താണ്? ഫ്രൂട്ട്സ് വരുന്നുണ്ട്. അനനാസ്, കൈതച്ചക്ക, തുഫാഹ്, ആപ്പിള്. പിന്നെന്താണ്? അപ്പോൾ ഈ പാഠത്തുനിന്ന് അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. നമുക്ക് അടുത്ത 17ാമത്തെ പാഠം ഇഷ്ഫ തുഷഫ എന്ന പാഠം നോക്കാം. മഹ്ശറയിലെ ഒരു ദിവസത്തിൻ്റെ ദൈർഘ്യം എത്ര? ദുനിയാവിലെ 50,000 വർഷത്തിൻ്റെ ദൈർഘ്യമാണ് മഹ്ശറയിൽ ഒരു ദിവസത്തിന്. ദുനിയാവിലെ 50,000 വർഷത്തിൻ്റെ ദൈർഘ്യമാണ് ഒരു ദിവസത്തിന്. മനസ്സിലാക്കുക. സൂര്യൻ എവിടെയായിരിക്കും അന്ന്? മഹ്ശറയിൽ സൂര്യൻ എവിടെയായിരിക്കും? 1 ചാൺ അകലെ, 1 മൈൽ അകലത്തിൽ. 1 മൈൽ അകലത്തിൽ, തലയുടെ 1 മൈൽ അകലത്തിലായിരിക്കും സൂര്യൻ. തലയുടെ 1 മൈൽ അകലത്തിൽ. മനസ്സിലാക്കുക. ജനങ്ങളുടെ അവസ്ഥ എങ്ങനെയായിരിക്കും? അസഹ്യമായ ദാഹമുണ്ടാകും, പലരും വിയർപ്പിൽ മുങ്ങും. അസഹ്യമായ ദാഹമുണ്ടാവും, പലരും വിയർപ്പിൽ മുങ്ങും. ജനങ്ങൾ ആരോടെല്ലാം സഹായം തേടും? ജനങ്ങൾ ആരോടൊക്കെ സഹായം തേടും? ആദ്യം ആദം നബി അലൈഹി ഇസ്ലാമിനോടും, ശേഷം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോടും, ശേഷം മൂസാ നബി അലൈഹി ഇസ്ലാമിനോടും, ശേഷം ഈസാ നബി അലൈഹി ഇസ്ലാമിനോടും, അവസാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും. അപ്പം അത് ഓർഡറിൽ തന്നെ മനസ്സിലാക്കി പഠിക്കുക. ആദ്യം ആദം നബി അലൈഹി ഇസ്ലാം, പിന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, മൂസാ നബി അലൈഹി ഇസ്ലാം, ഈസാ നബി അലൈഹി ഇസ്ലാം, അവസാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അവർ എന്തു പറയും? അവരെന്താ പറയുക? ഞാൻ അതിനർഹനല്ല എന്ന് ഓരോ നബിമാരും പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു പറയും? ഞാൻ അതിന് അർഹനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയും. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്യും? അർഷിൻ്റെ താഴെ, അർഷിന് ചുവട്ടിൽ സുജൂദ് ചെയ്യും.
അപ്പോൾ അള്ളാഹു എന്തു പറയും? മുഹമ്മദ് നബിയെ തല ഉയർത്തു, ചോദിക്കൂ, നൽകാം, ശഫാഅത്ത് ചെയ്യൂ, സ്വീകരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശഫാഅത്തിൽ വീഴുമ്പോൾ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശഫാഅത്തിന് വേണ്ടി അർശിന്റെ ചുവട്ടിൽ സുജൂദ് ചെയ്യുമ്പോൾ അല്ലാഹു തആല എന്തു പറയും? മുഹമ്മദ് നബിയെ തല ഉയർത്തു, ചോദിക്കൂ, നൽകാം, ശഫാഅത്ത് ചെയ്യൂ, സ്വീകരിക്കാം എന്ന് പറയും. മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശഫാഅത്ത് ചെയ്തതിന് ശേഷം എന്ത് സംഭവിക്കും? എന്താ സംഭവിക്കുന്നത്? വിചാരണ ആരംഭിക്കും. സജ്ജനങ്ങളെ സ്വർഗത്തിലേക്കും ദുർജനങ്ങളെ നരകത്തിലേക്കും അയക്കും. എന്താണ് ശഫാഅത്തുൽ ഉലമ? എന്താണ് ശഫാഅത്തുൽ ഉലമ? എന്താണ്? വിചാരണ ആരംഭിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യുന്ന ഷഫാഅത്തിനാണ് ഷഫാഅത്തുൽ ഉലമ എന്ന് പറയുന്നത്. വിചാരണ ആരംഭിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യുന്ന ഷഫാഅത്തിനാണ് ഷഫാഅത്തുൽ ഉലമ എന്ന് പറയുന്നത്. വിചാരണ ആരംഭിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ വീണ് ഷഫാഅത്ത് ചെയ്യുന്നു. അതിൻ്റെ പേരെന്താണ്? ഷഫാഅത്തുൽ ഉലമ. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ വീഴുന്നു. എന്തിനാണ്? നരകത്തിലേക്ക് പോകുന്ന ഒരു വിഭാഗം ജനങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടി. നരകത്തിലേക്ക് പോകുന്ന ഒരു വിഭാഗം ജനങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടി വീണ്ടും സുജൂദ് ചെയ്യും. മനസ്സിലാക്കുക. ഏതുവരെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശഫാഅത്ത് ചെയ്തുകൊണ്ടിരിക്കും? ഏതുവരെ? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞവരെല്ലാം രക്ഷപ്പെടുന്നത് വരെ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞവരെല്ലാം നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശഫാഅത്ത് ചെയ്തുകൊണ്ടിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശഫാഅത്ത് ചെയ്തുകൊണ്ടിരിക്കും. ഏതുവരെ? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞവരെല്ലാം നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് വരെ അവിടുന്ന് ശഫാഅത്ത് ചെയ്തുകൊണ്ടിരിക്കും. ആർക്കെല്ലാം ശഫാഅത്ത് ചെയ്യാം? ആരൊക്കെ ശഫാഅത്ത് ചെയ്യും? പരലോകത്തെ ഭയാനക നിമിഷങ്ങളിൽ പോലും മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ വീഴുന്നു. ആരെ ഓർത്ത്? ഉമ്മത്തിനെ ഓർത്ത്. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ വീഴുന്നു. മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ മറ്റാരെല്ലാം ശഫാഅത്ത് ചെയ്യും? ആരൊക്കെ ശഫാഅത്ത് ചെയ്യും? അമ്പിയാക്കൾ, ഔലിയാക്കൾ, പണ്ഡിതന്മാർ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ എന്നിവരെല്ലാം ശഫാഅത്ത് ചെയ്യും. അമ്പിയാക്കൾ, ഔലിയാക്കൾ, പണ്ഡിതന്മാർ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ ഇവരൊക്കെ ശഫാഅത്ത് ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പുറമെ ശഫാഅത്ത് ചെയ്യുന്നവർ ആരെല്ലാം? ചോദ്യം വരാം. മനസ്സിലാക്കുക. അതിനാൽ അവരെയൊക്കെ നാം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. മനസ്സിലാക്കുക. അഷ്ശഫാഅത്ത് ഹബ്ലന, അങ്ങ് ഞങ്ങൾക്ക് ഷഫാഅത്ത് ഔദാര്യമായി നൽകണമേ. അങ്ങ് ഞങ്ങൾക്ക് ഷഫാഅത്ത് ഔദാര്യമായി നൽകണമേ. മനസ്സിലാക്കി പഠിക്കുക പാഠഭാഗം. ഷഫാഅത്തിനെ കുറിച്ചിട്ട് 5 വരിയിൽ കുറയാതെ എഴുതാൻ വരും. അഷ്ശഫാഅത്തുൽ ഉലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്തിനെ കുറിച്ചിട്ട്. അപ്പോൾ പാഠഭാഗത്തിൻ്റെ അവസാനത്തിൽ വന്ന കാര്യങ്ങളൊക്കെ എഴുതി മനസ്സിലാക്കുക, എഴുതി പഠിക്കാതെ. അപ്പോൾ പാഠത്തിൽ പറയുന്ന മറ്റൊരു പോയിന്റാണ് നമുക്ക് പഠിക്കൽ ഇമ്പോർട്ടൻ്റ് ആണ്. അബുൽ ബഷർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? ആദം അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാം അറിയപ്പെടുന്നത് അബുൽ ബഷർ എന്ന പേരിലാണ്. ഖലീലുർ റഹ്മാൻ എന്നറിയപ്പെടുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഖലീലുർ റഹ്മാൻ എന്നറിയപ്പെടുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. കലീമുള്ള എന്നറിയപ്പെടുന്ന മൂസ അലൈഹിസ്സലാം. കലീമുള്ള എന്നറിയപ്പെടുന്നത് മൂസ അലൈഹിസ്സലാം. റൂഹുള്ള എന്നറിയപ്പെടുന്നത് ഈസാ അലൈഹിസ്സലാം. റൂഹുള്ള എന്നറിയപ്പെടുന്നത് ഈസാ അലൈഹിസ്സലാം. ഹബീബുള്ള എന്നറിയപ്പെടുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഹബീബുള്ള എന്നറിയപ്പെടുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദ്യം വരും, കലീമുള്ള എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര്? മൂസ അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഓപ്ഷൻ. അപ്പോൾ കലീമുള്ള എന്നറിയപ്പെടുന്നത് മൂസ അലൈഹിസ്സലാം. അതുപോലെ മറ്റു പേരുകളൊക്കെ മനസ്സിലാക്കി പഠിക്കുക. അടുത്ത
18ാമത്തെ പാഠം ഹാദിമുല്ലദാത്ത്. ഹാദിമുല്ലദാത്ത് എന്താണ്? എല്ലാ സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ ഓർക്കുന്നത് നിങ്ങൾ വർദ്ധിക്കുക. അക്സിറു ദിക്റ ഹാദിമുല്ലദാത്തിൽ മൗത്ത്. മനസ്സിലാക്കുക. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിൻ്റെ സ്ഥാനപ്പേരെന്താണ്? ഹുജ്ജത്തുൽ ഇസ്ലാം. ഹുജ്ജത്തുൽ ഇസ്ലാം എന്നാണ്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വഫാത്ത് വേളയിൽ എങ്ങനെയായിരുന്നു? ഒരു തിങ്കളാഴ്ചയായിരുന്നു. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ആ മഹാൻ കുളിച്ചു വൃത്തിയായി ഉളൂ ചെയ്തു, കഫം പുടവ വിരിച്ചു, അതിൽ കിബിലക്ക് അഭിമുഖമായി കിടന്നു. സ്വഹീഹുൽ ബുഖാരി എടുത്തു നെഞ്ചത്ത് വെച്ചു. ഞാൻ എൻ്റെ റബ്ബിൻ്റെ ആജ്ഞ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ വഫാത്തായി. മനസ്സിലാക്കി പഠിക്കുക. അടുത്തതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? അക്സിറു ദിക്റ ഹാദിമുൽ ലദാത്ത്. എല്ലാ സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ ഓർക്കുന്നത് നിങ്ങൾ വർദ്ധിപ്പിക്കുക. സന്തോഷത്തോടെ മരിക്കാൻ കഴിയുന്നവർ ആരാണ്? സന്തോഷത്തോടെ മരിക്കാൻ കഴിയുന്നവർ ആരാണ്? വിശ്വാസം ഉൾക്കൊള്ളുകയും അല്ലാഹു തആലയുടെ പ്രീതി ആഗ്രഹിച്ച് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർക്കാണ് അതിന് ഭാഗ്യമുണ്ടാവുക. സന്തോഷത്തോടെ മരിക്കാൻ ഭാഗ്യമുണ്ടാവുക. വിശ്വാസം ഉൾക്കൊള്ളുകയും അല്ലാഹു തആലയുടെ പ്രീതി ആഗ്രഹിച്ച് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർക്കാണ് അതിന് ഭാഗ്യം ലഭിക്കുക. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? അപ്പോൾ അവിടെ ബൈത്ത് വരുന്നുണ്ട്, മനസ്സിലാക്കി പഠിക്കുക. കൊല്ലിംരയും വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും. എന്താണ്? ചെറുപ്പിൻ്റെ വാറ് കാലിലേക്ക് എത്ര അടുത്തിരിക്കുന്നുവോ അതുപോലെ മരണം അടുത്തു നിൽക്കുന്ന വിധത്തിലാണ് ഓരോ മനുഷ്യരും തൻ്റെ കുടുംബത്തിൽ കഴിയുന്നത്. ചെരുപ്പിൻ്റെ വാറ് തൻ്റെ ശരീരത്തോട് എങ്ങനെയാണ് അടുത്തിരിക്കുന്നത് അതുപോലെയാണ് ഓരോ മനുഷ്യരും തൻ്റെ കുടുംബത്തിൽ കഴിയുന്നത്. മനസ്സിലാക്കുക. ഇത് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. മനസ്സിലാക്കുക. ഖബറിലുള്ള അവസ്ഥ എങ്ങനെയാണ്? സജ്ജനങ്ങൾക്ക് സ്വർഗീയ ജീവിതവും ദുർജനങ്ങൾക്ക് നരകയാതനകളും. സജ്ജനങ്ങൾക്ക് സ്വർഗീയ ജീവിതവും ദുർജനങ്ങൾക്ക് നരകയാതനകളുമാണ് ഖബറിൽ. മരണത്തെ ഓർക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്തൊക്കെ? മരണത്തെ ഓർക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? ജീവിതത്തെ നന്നാക്കുകയും തെറ്റുകളിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും നന്മ ചെയ്യാൻ ഉത്സാഹമുണ്ടാവുകയും ചെയ്യുന്നു. മരണത്തെ ഓർക്കുന്നത് ജീവിതത്തെ നന്നാക്കുകയും തെറ്റുകളിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും നന്മ ചെയ്യാൻ ഉത്സാഹം ഉണ്ടാക്കുകയും ചെയ്യുന്നു. മരണത്തെ ഓർക്കുന്നതിൻ്റെ വിധി എന്ത്? മരണത്തെ ഓർക്കൽ സുന്നത്താണ്. മരണത്തെ ഓർക്കൽ സുന്നത്താണ്. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബർ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് എപ്പോഴും കരയാറുണ്ടായിരുന്നു. അത് കാരണം അദ്ദേഹത്തിൻ്റെ മുഖത്ത് കണ്ണുനീരിൻ്റെ പാടുകളുണ്ടായി. കണ്ണുനീരിൻ്റെ പാടുകളുണ്ടായത് ആർക്കാണ്? ഖബർ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് എപ്പോഴും കരഞ്ഞ് കണ്ണുനീരിൻ്റെ പാടുണ്ടായ മുഖത്ത് കണ്ണുനീരിൻ്റെ പാടുണ്ടായത് ആർക്ക്? മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്. മരണത്തെ ഓർക്കൽ സുന്നത്താണ്. അത് ജീവിതത്തെ നന്നാക്കുകയും തെറ്റുകളിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും നന്മ ചെയ്യാൻ ഉത്സാഹമുണ്ടാക്കുകയും ചെയ്യും. ഹിദായത്തുൽ അദിക്കിയയിൽ പറയുന്നുണ്ട് മരണത്തെക്കുറിച്ചിട്ട്. എന്താ പറയുന്നത്? ബൈത്താണ്, മനസ്സിലാക്കി പഠിക്കുക. മരണത്തെ ഓർക്കാതെയുള്ള അമലുകൾക്ക് പ്രയോജനമുണ്ടാവുകയില്ല. മരണത്തെ ഓർത്തുകൊണ്ടുള്ള അമലുകൾ പിക്കാസ് കൊണ്ട് വെട്ടുന്നത് പോലെയാണ്. അർത്ഥം എഴുതാൻ വരും. അമലും ബിലാ ദിക്രിം മനിയത്തിൻ ലാ അസർ. മരണത്തെ ഓർക്കാതെയുള്ള അമലുകൾക്ക് പ്രയോജനമുണ്ടാവുകയില്ല. വബി ദിക്രി ഹക്കൻ കലർബി മാവില. മരണത്തെ ഓർത്തുകൊണ്ടുള്ള അമലുകൾ പിക്കാസുകൾ കൊണ്ട് വെട്ടുന്നത് പോലെയാണ്. മനസ്സിലാക്കി പഠിക്കുക. മരണത്തെ ഓർക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? മരണത്തെ ഓർക്കുന്ന നിസ്കാരത്തിൽ ഖുശൂ വർദ്ധിപ്പിക്കും. അസൂയയും അഹങ്കാരവും ഇല്ലാതാക്കും. ദുന്യാവിനോടുള്ള അമിതമായ ആഗ്രഹം നീക്കും. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാനും ദുരാഗ്രഹങ്ങളും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കാനും സഹായിക്കും. അപ്പം അതിൻ്റെ കൂടെ ഇതും കൂടി പറയാം. വീട്, വസ്ത്രം, ഭക്ഷണം, വാഹനം മുതലായ ഐഹിക സുഖങ്ങളിൽ മിതത്വം പാലിക്കാനും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനും മരണസ്മരണ നമ്മെ സഹായിക്കുന്നു. മരണസ്മരണ നമ്മെ സഹായിക്കും. മനസ്സിലാക്കുക. മരണത്തെ ഓർക്കാൻ സഹായിക്കുന്ന കാര്യങ്ങൾ
രോഗികളെ സന്ദർശിക്കുക, ജനാസ സംസ്കരണത്തിൽ പങ്കെടുക്കുക, ഖബർ സിയാറത്ത് മരണത്തെ ഓർക്കുന്നതിന് സഹായിക്കുന്ന കാര്യങ്ങളാണ്. രോഗിയെ സന്ദർശിക്കുക, ജനാസ സംസ്കരണത്തിൽ പങ്കെടുക്കുക, ഖബർ സിയാറത്ത് ഇതൊക്കെ മരണത്തെ ഓർക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. ഇത് കറക്റ്റ് ആൻസറൊക്കെ ആയിട്ട് വരും. ഇതൊക്കെ മരണത്തെ ഓർക്കാൻ സഹായിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് 3 ഓപ്ഷൻ തരും. അപ്പം ഇതിലേതെങ്കിലും ഒരു കാര്യം വരും, മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? മരണത്തെ ഓർത്തില്ലെങ്കിൽ വരാവുന്ന ദൂഷ്യങ്ങൾ. മരണത്തെ ഓർത്തില്ലെങ്കിൽ വരാവുന്ന ദൂഷ്യങ്ങൾ എന്തൊക്കെയാണ്? ദുരാഗ്രഹം, ഹലാലും ഹറാമും പരിഗണിക്കാതെ പണം സമ്പാദിക്കാനുള്ള ആർത്തി, ധൂർത്തും പിശുക്കും കാട്ടിയുള്ള ജീവിതം, ധൂർത്തും പിശുക്കും കാട്ടി ജീവിക്കാനുള്ള താല്പര്യം, മരണത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും ചിന്തയില്ലാതിരിക്കുക. ഇതൊക്കെ മരണത്തെ ഓർത്തില്ലെങ്കിൽ വരുന്ന കാര്യങ്ങളാണ്. വീണ്ടും ഹിദായത്തുൽ അദ്കിയയിൽ പറയുന്നു. എന്താ പറയുന്നത്? വീട്, വസ്ത്രം, ഭക്ഷണം മുതലായവയിൽ മികച്ചതും കൊതിയുളവാക്കുന്നതും ഒഴിവാക്കി സംതൃപ്തനാവുക. ആവശ്യമില്ലാത്തവ തേടി നടക്കുന്നവൻ ആവശ്യമുള്ളവ നഷ്ടപ്പെടുമെന്നതിൽ സംശയമില്ല. ആവശ്യമില്ലാത്തത് തേടി നടക്കുന്നവന് ആവശ്യമുള്ളവ നഷ്ടപ്പെടുമെന്നതിൽ സംശയമില്ല. ഹിദായത്തുൽ അദ്കിയയിലെ സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാഹു പറയുന്നതാണ്. സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാഹു ഹിദായത്തുൽ അദ്കിയയിൽ പറയുന്ന വാക്കുകളാണിത്. മനസ്സിലാക്കി പഠിക്കുക. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. അർത്ഥം എഴുതാൻ വരും. എല്ലാ ശരീരവും മരണത്തെ രുചിക്കുന്നതാണ്. എല്ലാ ശരീരവും രുചിക്കും. എന്തിനെയാണ് എല്ലാ ശരീരവും രുചിക്കുന്നത്? മരണത്തെ. മരണസ്മരണ എന്നതിനെ കുറിച്ചിട്ട് 5 വരിയിൽ എഴുതാൻ വരും. അപ്പം അതിന്ന് അവസാനത്തെ പാഠഭാഗത്തിൽ വരുന്ന പേജിൽ വരുന്ന ഭാഗങ്ങൾ മനസ്സിലാക്കി എഴുതുക. ഹിദായത്തുൽ അദ്കിയയിൽ വന്നതോ ഒക്കെ ചേർക്കുക. മരണത്തെ ഓർക്കൽ സുന്നത്താണ് ഒക്കെ മനസ്സിലാക്കിയിട്ട് എഴുതുക. അടുത്ത 19ാമത്തെ പാഠം ഹൈറുള്ള. ഇന്ത്യയിൽ ആദ്യമായി സഹാബികൾ കപ്പലിറങ്ങിയത് എവിടെ? കൊടുങ്ങല്ലൂരാണ്. അന്നത്തെ മലബാറിലെ രാജാവ് ആരായിരുന്നു? ചേരമാൻ പെരുമാളായിരുന്നു. ആ സംഘം എവിടെ നിന്ന് വന്നവരായിരുന്നു? ഉദ്ദേശം എന്തായിരുന്നു? ഇന്ത്യയിൽ ആദ്യമായി സഹാബികൾ കപ്പലിറങ്ങി. അവർ എന്തിനായിരുന്നു വന്നത്? എവിടെ നിന്നാണ് വന്നത്? ഹിജാസിൽ നിന്നാണ് അവർ വന്നത്. ആദം മല സന്ദർശിക്കാനാണ് അവർ വന്നത്. ഹിജാസിൽ നിന്നാണ് വന്നത്. ആദം മല സന്ദർശിക്കാനാണ് അവർ വന്നത്. ചന്ദ്രനെ പിളർത്തിയ സംഭവം കേട്ടപ്പോൾ രാജാവ് എന്തു ചെയ്തു? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിൽ കാണാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും തിരിച്ചു പോകുമ്പോൾ അറിയിക്കണമെന്ന് പറയുകയും ചെയ്തു. തിരിച്ചു പോകുമ്പോൾ രാജാവ് എന്തു ചെയ്തു? രാജ്യം പുത്രന്മാർക്ക് വിഭജിച്ചു കൊടുത്തു. യാത്രക്കാരോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിക്കാൻ പോയി. മുസ്ലിമായ ശേഷം എന്തു പേരാണ് സ്വീകരിച്ചത്? ചേരമാൻ പെരുമാൾ. പിന്നെ എന്ത് പേരിലാണ് അറിയപ്പെട്ടത്? ചേരമാൻ പെരുമാൾ പിന്നീട് സ്വീകരിച്ച പേരെന്ത്? താജുദ്ദീൻ. ചോദ്യങ്ങൾ ഏത് രീതിയിലും വരാം, മനസ്സിലാക്കുക. താജുദ്ദീൻ എന്നായിരുന്നു ചേരമാൻ പെരുമാൾ മുസ്ലിം ആയതിനു ശേഷം സ്വീകരിച്ച പേര്, മനസ്സിലാക്കുക. മലബാറിലേക്ക് മടങ്ങുമ്പോൾ എന്തായിരുന്നു ഉദ്ദേശം? മലബാറിൽ ഇസ്ലാം പ്രചരിപ്പിക്കണം എന്നായിരുന്നു താജുദ്ദീൻ്റെ ഉദ്ദേശം. യാത്രാമധ്യേ രാജാവ് മരിച്ചത് എവിടെ വെച്ചായിരുന്നു? ഒമാനിലെ ഷഹർ എന്ന സ്ഥലത്ത് വെച്ചിട്ട് ചേരമാൻ പെരുമാൾ, അതായത് താജുദ്ദീൻ എന്നവര് മരിച്ചു, മനസ്സിലാക്കുക. അടുത്തത്, മരണപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം എന്താണ് വസിയത്ത് ചെയ്തത്? യാത്ര തുടരണം എന്നും അവിടെ ഇസ്ലാം പ്രചരിപ്പിക്കണമെന്നും കൈപ്പടയിൽ എഴുതി അവരെ ഏൽപ്പിച്ചു. യാത്ര തുടരണമെന്നും അവിടെ ഇസ്ലാം പ്രചരിപ്പിക്കണമെന്നും തൻ്റെ കൈപ്പടയിൽ എഴുതി അവരെ ഏൽപ്പിച്ചു. ഇന്ത്യയിൽ ആദ്യമായി മസ്ജിദ് നിർമ്മിച്ചത് എവിടെയെല്ലാം? കൊടുങ്ങല്ലൂർ, കൊല്ലം, ഏഴിമല, ശ്രീകണ്ഠപുരം, ധർമ്മപട്ടണം,
പന്തലായനി, ചാലിയം, ബടക്കൽ, കാസർഗോഡ്, മംഗലാപുരം. അപ്പോൾ ഈ സ്ഥലമൊക്കെ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതി വെക്കുക. ആദ്യകാല മസ്ജിദുകൾ നിർമ്മിച്ച സ്ഥലങ്ങളിൽ നിന്ന് 5 എഴുതാൻ പറയും. അടുത്തത്, ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി സൂഫിയാക്കളും പണ്ഡിതന്മാരുമാണ് കേരളത്തിൽ എത്തിച്ചേർന്നത്. എവിടെ നിന്നെല്ലാമാണ് ഇവർ എത്തിച്ചേർന്നത്? യമന്, ബുഖാറ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന്. യമൻ, ബുഖാറ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് സയ്യിദുമാരും സൂഫികളൊക്കെ പ്രബോധനത്തിന് വേണ്ടിയിട്ട് വന്നത്. യുടെയും തൊട്ടുകൂടായ്മയുടെയും ഇരകളായവരെ ഇസ്ലാം അത്ഭുതപ്പെടുത്തിയത് എന്തുകൊണ്ട്? ഇസ്ലാമിൻ്റെ സൗന്ദര്യവും നീതിയും തുല്യതയുമാണ് അവരെ അത്ഭുതപ്പെടുത്തിയത്. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടന്നത് എവിടെയെല്ലാം? പള്ളികളിലും പള്ളികളിലും മദ്രസകളിലും പള്ളികളിലൊക്കെയാണ് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടന്നത്. ഇസ്ലാമിക വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ പ്രചരിച്ചത് എന്തെല്ലാം? ഇസ്ലാമിക വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ അറബി ഭാഷ, അറബി സാഹിത്യം, അറബി മലയാളം ഇതൊക്കെ പ്രചരിച്ചു. മലബാറിലെ മക്ക എന്നറിയപ്പെടുന്ന സ്ഥലമാണ് പൊന്നാനി. മലബാറിലെ മക്ക മാച്ച് ചെയ്യാൻ വരും. പൊന്നാനി 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതാൻ പറയും. മലബാറിലെ മക്ക എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? പൊന്നാനിയാണ്. ആദ്യകാല കേരളത്തിൽ നിന്ന് പ്രശസ്തരായ പണ്ഡിതന്മാർ ആരെല്ലാം? ആദ്യകാല കേരളത്തിൽ നിന്ന് പ്രശസ്തരായ പണ്ഡിതന്മാരാണ് സൈനുദ്ദീൻ മഖ്ദൂം സൊഹൈർ, സൈനുദ്ദീൻ മഖ്ദൂം കബീർ, ഉമർ ഖാളി തുടങ്ങിയ പ്രശസ്ത പണ്ഡിതന്മാർ. ആദ്യകാല പണ്ഡിതന്മാരായ കേരളത്തിലുള്ളവരുടെ പ്രശസ്തമായ കിതാബുകൾ, അവരുടെ ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട്. ഹിദായത്തുൽ അദ്കിയ മഖ്ദൂമുൽ കബീർ, സൈനുദ്ദീൻ മഖ്ദൂമുൽ കബീർ എന്നവരുടേത്. ഫതഹുൽ മുഈൻ സൈനുദ്ദീൻ മഖ്ദൂം സൊഹൈരിയുടേത്. ഉമർ ഖാളിയുടേത് നഫായിസുദ്ദുററും ഖസീദത്തുസ്സല്ലയും. അതൊക്കെ അവരുടെ ഇസ്ലാമിക ഗ്രന്ഥങ്ങളാണ്. മനസ്സിലാക്കുക. കേരളത്തിൽ ഇസ്ലാമിക വിദ്യാഭ്യാസ പുരോഗതിക്ക് കാരണമായ സംഘടന സമസ്ത കേരള ജമാഅത്തുൽ ഉലമ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ സ്ഥാപിതമായത്. അർത്ഥ എഴുത: വിലായത്തുൽ കൈരള ഹാദിയത്തുൻ ജമീലത്തുൻ, കേരളം ശാന്തസുന്ദരം. അർത്ഥം എഴുതുകാരന് വരും. മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ആ പാഠത്തിൻ്റെ തദ്രിബാത്തിൽ മാച്ച് ചെയ്യാൻ വന്നത് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഓരോരുത്തരുടെ കിതാബുകളും ഒക്കെ പറയുന്നുണ്ട്. ഒക്കെ നന്നായി മനസ്സിലാക്കി പാഠഭാഗം നോക്കിയിട്ട് നന്നായിട്ട് പഠിക്കുക. കേരളത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങൾക്കുണ്ടായ പങ്ക് അതിനെക്കുറിച്ചിട്ട് ഈ പാഠത്തെ ആസ്പദമാക്കിയിട്ട് എഴുതാൻ കഴിയുന്ന രീതിയിൽ 5 വരിയിൽ എഴുതാൻ കഴിയുന്ന രീതിയിൽ മനസ്സിലാക്കി പഠിക്കുക. 20ാമത്തെ പാഠം ഫമാ അമിൽത്ത് ഫിഹ. അന്ത്യനാളിൽ ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്ന 3 വിഭാഗം ആരൊക്കെയാണ്? ഷഹീദ്, പണ്ഡിതന്, ധർമ്മിഷ്ഠന്. അവരെ നരകത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകും. കാരണം എന്താണ്? അവര് ആളുകൾ പ്രശംസിക്കാൻ വേണ്ടിയാണ്. ഷഹീദ് യുദ്ധം ചെയ്തതും, പണ്ഡിതൻ ഇൽമു പഠിപ്പിച്ചതും, ധർമ്മിഷ്ഠൻ ധർമ്മം ചെയ്തതും ഒക്കെ ആളുകൾ അവരെ പ്രശംസിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം അത് കാരണത്താലാണ് അവരുടെ മുഖത്തിനാലെ നരകത്തിലേക്ക് വലിച്ചേക്കപ്പെടുത്തു കൊണ്ടുപോകുന്നത്. അപ്പോൾ പാഠഭാഗം നന്നായി മനസ്സിലാക്കുക. അപ്പോൾ ഈ പാഠത്തിൻ്റെ തദ്രിബാത്തിൽ വന്ന ചോദ്യം മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഇത്രയാണ് ദുറൂസുൽ ഇസ്ലാം 2 എന്ന എക്സാമിന് നിങ്ങൾക്ക് വരുന്ന പാഠഭാഗങ്ങൾ. അപ്പോൾ ആ പാഠത്തെക്കുറിച്ചിട്ട് നന്നായി മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഇത്രയും ഭാഗങ്ങൾ. അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഉപകാരപ്പെടട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.